മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഇതാ സകല ജനത്തിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇന്നത്തെ നഴ്സസ് ടൈം ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് കുറച്ച് കൊച്ചു കൂട്ടുകാരോടൊപ്പമാണ്. എവിടെ വരെയായി ക്രിസ്മസ് ഡെക്കറേഷൻസ്? എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 2021 ഏത് വിശുദ്ധന്റെ വർഷമായിട്ടാണ് കത്തോലിക്ക സഭ ആചരിക്കുന്നത്? വിശുദ്ധ യോസേപ്പിതാവിന്റെ. യെസ്, ഗുഡ്. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? തിരുക്കുടുംബത്തിന്റെ പാലകനാണ് യോസേപ്പിതാവ്. അതെ, വിശുദ്ധ ഔസേപ്പിതാവ് തിരുക്കുടുംബത്തിന്റെ പാലകനും ഉണ്ണീശോയുടെ സംരക്ഷകനുമാണ്. വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് തുടങ്ങിയാലോ? ആർ യു റെഡി? യെസ്. ഒരു ലില്ലിപ്പൂ പോലെ ഉണ്ണീശോയെ കൈകളിലേന്തിയ പുണ്യദാതാ മാർയോസേപ്പേ, ഞങ്ങളെയും തൃക്കൈയാൽ താങ്ങിടണമേ. ഒരു ലില്ലിപ്പൂ പോലെ ഉണ്ണീശോയെ കൈകളിലേന്തിയ പുണ്യദാതാ മാർയോസേപ്പേ, ഞങ്ങളെയും തൃക്കൈയാൽ താങ്ങിടണമേ. നീതിമാനാം മാർയോസേപ്പ് ദാദാ, നിൻ സ്മരണയിലെന്നെയും ചേർക്കണമേ. നീതിമാനാം മാർയോസേപ്പ് ദാദാ, നിൻ സ്മരണയിലെന്നെയും ചേർക്കണമേ. ഒരു ലില്ലിപ്പൂ പോലെ ഉണ്ണീശോയെ കൈകളിലേന്തിയ പുണ്യദാതാ മാർയോസേപ്പേ, ഞങ്ങളെയും തൃക്കൈയാൽ താങ്ങിടണമേ. മാർയോസേപ്പേ, ഞങ്ങളെയും തൃക്കൈയാൽ താങ്ങിടണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആശ. ഞാൻ ഷാർജയിൽ വർക്ക് ചെയ്യുന്നു. ഫാമിലിയായി ഷാർജയിൽ തന്നെ താമസിക്കുന്നു. എൻ്റെ പേര് ബിജി. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഫാമിലി ആയിട്ട് ദുബായിൽ തന്നെ താമസിക്കുന്നു.
എൻ്റെ പേര് മഞ്ജു. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഷാർജയിൽ ഫാമിലിയായി താമസിക്കുന്നു. എൻ്റെ പേര് റിനി. ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നു. ദുബായിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഓരോ ക്രിസ്മസ് കാലത്തിലും നാം പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ഏവരുടെയും ഹൃദയങ്ങളിൽ ഈശോ പിറക്കണേന്ന്. ഈ പാൻഡമിക് സമയത്ത് അനേകം രോഗികളുടെ ഹൃദയങ്ങളിൽ അവരുടെ ഒറ്റപ്പെടലിൻ്റെ, അവരുടെ രോഗക്കിടക്കയിൽ അവർക്ക് ഈശോയെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാനായിട്ട് സാഹചര്യം ഒരുക്കിയ നഴ്സുമാരാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലായിരിക്കുന്നത്. റിൻ ചേച്ചി, എങ്ങനെയായിരുന്നു നമുക്ക് ഓരോ രോഗികളുടെ അടുത്തേക്ക് വിശുദ്ധ കുർബാനയായിട്ട് ഈശോനെ അങ്ങനെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്? ആശേ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ പ്രത്യേകമായിട്ട് ICU ജോലി ചെയ്യുന്ന എനിക്ക് ഒത്തിരി രോഗികളുടെ നിസ്സഹായാവസ്ഥയും അവരുടെ വേദനയും അവസാന നിമിഷങ്ങളിൽ ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. ആ നിമിഷങ്ങൾ അവരനുഭവിച്ച വേദനയിൽ ഒരു ആശ്വാസം എങ്ങനെ കൊടുക്കാമെന്ന് ഒരു വേദന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരു വിളി വന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഹോളി കമ്മ്യൂണിയൻ കൊടുക്കാനായിട്ട് അവർ പെർമിഷൻ തന്നിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരു ദിവസം ഒരു പേഷ്യൻ്റ് അവിടെ വന്നു. ആ പേഷ്യൻറ്റിന് ഹോളി കമ്മ്യൂണിയൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് അപ്രോച്ച് ചെയ്യണമല്ലോ, ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളും. അതിനുവേണ്ടി ഞങ്ങളുടെ ഒരു ഇൻഫോർമാറ്റിക് നേഴ്സിനോട് ഞാനൊരു ഇങ്ങനെ ഒരു ചർച്ചിൽ നിന്ന് പെർമിഷൻ കിട്ടി ഹോളി കമ്മ്യൂണിയൻ കൊടുക്കാനായിട്ട്. നമ്മുടെ പേഷ്യൻസിന് എങ്ങനെ കൊടുക്കാം, അതിനുള്ള അപ്രൂവലിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ഞാൻ ആ ഇൻഫോർമാറ്റിക് നേഴ്സിനോട് ചോദിച്ചു. അപ്പോൾ അവർ പറയുവാണ്, ഞാൻ ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന്. പ്രൈസ് ലോർഡ്. അതുപോലെ ആ നേഴ്സ് ഒത്തിരിയേറെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഹെഡ് ഓഫ് ദ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈവൻ ഡയറക്ടർ വരെ ഇതിനു വേണ്ടി ഡയറക്ടറിനോട് വരെ പള്ളിയിൽ നിന്നും ലെറ്റർ വാങ്ങിച്ച് അതിനുവേണ്ടി എല്ലാ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ ഹോസ്പിറ്റലിൽ അപ്രൂവൽ കിട്ടി. ശരിക്കും ഈശോ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യമല്ല. ഇങ്ങനെ ഒരു ഗൾഫ് കൺട്രിയിൽ, അതും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഈ ഈശോനെ കൊടുക്കാനായിട്ട് അവർ തന്നെ പെർമിഷൻ തരാം. അതൊക്കെ കർത്താവ് പ്രവർത്തിച്ച വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അല്ലേ? എനിക്കറിയാവുന്നത് ഇപ്പൊ ബിജി ചേച്ചിയും റീന ചേച്ചിയും ഒരേ ഹോസ്പിറ്റലാണെന്നാണ്. അപ്പോൾ എനിക്കറിയാൻ പറ്റിയത് ശരിക്കും നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അതൊരു അപ്രൂവ്ഡ് ഒരു പ്രൊസീജിയർ ആക്കി അവരത് പബ്ലിഷ് ചെയ്തു. 2021 സ്മാർട്ട് നഴ്സിംഗ് ഇന്നോവേഷൻ പ്രൊജക്റ്റ് ആക്കിയിട്ട് അവർ യുക്കാരിസ്റ്റിക് മിഷൻ 2021 എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് അവർ പബ്ലിഷ് ചെയ്തു. അപ്പം എല്ലാ ഹോസ്പിറ്റൽ നോൺ കാത്തലിക് ആയിട്ടുള്ള എല്ലാ സ്റ്റാഫ്സും ഇതിനെപ്പറ്റി അറിയാനും ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് എന്നറിയാനും വേണ്ടിയിട്ട് നമ്മുടെ ഓൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് നമ്മളൊരു പ്രസൻറ്റേഷൻ, ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയായിരുന്നു. അതെ അതെ അതെ. എല്ലാ സ്റ്റാഫ്സിനും, നോൺ കാത്തലിക് സ്റ്റാഫും എല്ലാം അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ അതിൻ്റെ ഒരു പാത്ത് വേ, അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അത് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ എങ്ങനെ അത് അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അത് അവരിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഒരു യുക്കാരിസ്റ്റിക് മിഷൻ എന്ന് പറഞ്ഞ കുറച്ച് നേഴ്സുമാർ അവർ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ത്രൂ ആണ്, ഞാനും റിൻ ചേച്ചിയൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ നമ്മൾ ത്രൂ ആണ് അത് പള്ളിയിൽ അറിയിച്ച് അവർ പിന്നെ ഹോളി കമ്മ്യൂണിയനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാത്തലിക്കും നോൺ കാത്തലിക് എല്ലാവരും അതിനെപ്പറ്റി അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കാര്യങ്ങൾ, അത് ആരെ അപ്രോച്ച് ചെയ്യണം, ഒരു നേഴ്സ് റിക്വസ്റ്റ് ചെയ്താൽ ഓരോ നേഴ്സിൻ്റെയും റോള് നമ്മുടെ മറ്റെല്ലാ പ്രൊസീജിയറും പോലെ തന്നെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ. ഇപ്പോൾ കാത്തലിക് പേഷ്യൻ്റ് ആണ് അഡ്മിറ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയണം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അതിനെ റിക്വസ്റ്റ് ചെയ്ത് അവർക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. മഞ്ജു ചേച്ചിയുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും അവിടെ ഇതുപോലെ ഹോളി കമ്മ്യൂണിയൻ കൊടുക്കാനായിട്ടുള്ള ഒരു സൗകര്യം അവർ ഒരുക്കി തന്നെന്ന് അറിഞ്ഞു. അതെങ്ങനെയായിരുന്നു അത് തുടങ്ങാൻ പറ്റിയത്? ആക്ച്വലി പക്ഷേ കോവിഡ് കൂടി നിന്നിരുന്ന ആ ഒരു സമയത്ത് ആക്ച്വലി ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഞാൻ ഒരുപാട് ഡള്ളായി, ഒരുമാതിരി ഡിപ്രസ്ഡായി, ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല, എനിക്ക് തന്നെ ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്ട്രഗിൾസിലൂടെ ജീവിതത്തിൽ സമയത്ത് ദേവാലയങ്ങളൊക്കെ അടച്ചിട്ടേക്കാണ്, നമുക്കും ഈശോനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവില്ല, മന്മത ഉണ്ടാവില്ലോ. അതെ, അതിന്റെ വിഷമവും ജീവിതത്തിലെ കുറെ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ചർച്ചിൽ നിന്ന് ഒരു കോള് വരുന്നത്, ഇങ്ങനെ യൂക്കറിസ്റ്റിക് മിനിസ്ട്രിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഞാനിങ്ങനെ കർത്താവിനോട് ഞാൻ ചോദിക്കുകയായിരുന്നു, ആം ഐ എലിജിബിൾ ഫോർ ദിസ്? എന്ത് വേർത്തിനെസ് ആണ്
എനിക്കുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ആള് ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. അപ്പോൾ എങ്ങനെ അവനെയും കൊണ്ട് മാനേജ് ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു നമുക്ക് ഇവനെയും കൊണ്ട് പോവാം. അങ്ങനെ അവനെയും കൂടെയാണ് അതൊരു ഞങ്ങൾ. ബ്ലെസ്സിങ് ആണല്ലോ അല്ലേ? അതെ, പക്ഷെ ആ സമയത്തെല്ലാം അവൻ ശാന്തനായിരുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം അല്ലേ? കർത്താവ് പ്രവർത്തിച്ചത്. അതിന് ചേച്ചി, എന്തായാലും ഈശോ നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു, ഓരോ രോഗിയും ഈശോനെ സ്വീകരിച്ചു. അപ്പോൾ അതിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റലിൽ തന്നെ ആയാലും രോഗികളിലും. അത് വിശുദ്ധ കുർബാന സ്വീകരിച്ച ഓരോ രോഗിയിലും മാറ്റങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊന്ന് പറയാമോ? തീർച്ചയായും ആശ. ഈശോയെ സ്വീകരിച്ച അനേക രോഗികൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന് അവരുടെ അനേകം സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ട്. അതിൽ ഒരു പേഷ്യൻ്റ് പറയുമായിരുന്നു, ഞാൻ 1.5 മാസത്തോളമായിട്ട് ഉറങ്ങിയിട്ടെന്ന്. അന്ന് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ച ആ ദിവസം അവർ ശാന്തമായിട്ട് കുറേ മണിക്കൂറുകൾ ഉറങ്ങി. അത് അവരെപ്പോഴും പറയായിരുന്നു. അന്ന് വീണ്ടും അവർ ചോദിക്കുമായിരുന്നു, ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് ഈശോയെ തരുമോ എന്നുള്ള ദാഹം. കാരണം ഈശോ അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി സമാധാനം കിട്ടി. അത് പിന്നെ അവർക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റി. പെട്ടെന്ന് തന്നെ ഓക്സിജൻ ലെവൽ ഇമ്പ്രൂവ് ആകുകയും അവർ എത്രയും വേഗം ഡിസ്ചാർജ് ആക്കി പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ഒത്തിരി നേഴ്സുമാരുടെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ കാത്തലിക് നേഴ്സുമാർ മാത്രമല്ല, നോൺ കാത്തലിക് നേഴ്സുമാരും വിശ്വാസം വർദ്ധിക്കാനായിട്ട്, അതായത് അവരും കണ്ടിട്ടുണ്ടാവില്ല ഒത്തിരി പേഷ്യൻസ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിട്ട്. അതും ഒരു വലിയൊരു ഇതിൽ കൂടെ ഈശോ ഒത്തിരി മിറക്കിൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ. ബിജി ചേച്ചി, മറ്റൊരു അനുഭവം, ബിജി ചേച്ചിയും ആളും വേറെ വേറെ വാട്ടിലാണല്ലോ. അപ്പോൾ ബിജി ചേച്ചിക്ക് അങ്ങനെ ഈശോനെ ഹോളി കമ്മ്യൂണിനുള്ള നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈശോനെ സ്വീകരിച്ച പേഷ്യൻസിൻ്റെ വേറെ എന്തൊക്കെ അനുഭവങ്ങളാണ്? പിന്നെ റിൻ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പേഷ്യൻസിൻ്റെ അനുഭവങ്ങൾ നമ്മൾ മുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് തന്നെ ഒരു പേഷ്യൻ്റ് ഒത്തിരി സിക്കായിരുന്നു. പേഷ്യൻ്റ് യൂറിയ ക്രിയാറ്റിനൊക്കെ ഹൈ ആയി, ഓക്സിജൻ ലെവലൊക്കെ ഒത്തിരി താന്ന്, ഡോക്ടേഴ്സൊക്കെ ഇനി ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്ന കണ്ടീഷനിലായിരുന്നു പേഷ്യൻ്റ്. ആ സമയത്താണ് പേഷ്യൻ്റ് നമ്മളോട് ഹോളി കമ്മ്യൂണിയൻ റിക്വസ്റ്റ് ചെയ്യുന്നതും നമ്മൾ അറേഞ്ച് ചെയ്തത് ഹോളി കമ്മ്യൂണിയൻ എത്തിക്കുന്നതും. അതൊരു ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഹോളി കമ്മ്യൂണിയൻ പേഷ്യൻറ്റിന് കൊടുത്തു. വൈകിട്ട് 8 മണിയൊക്കെ ആയപ്പോൾ. അത് കഴിഞ്ഞ് അന്ന് തന്നെ 12 മണിക്കാണ് പേഷ്യൻ്റ് നെക്സ്റ്റ് ബ്ലഡ് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. രാത്രി 12 മണിക്ക് ആണ് ബ്ലഡ് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഒത്തിരി ചേഞ്ചസ് ബ്ലഡ് ടെസ്റ്റിലുണ്ടായിരുന്നു. 4 അവേഴ്സിനുള്ളിൽ തന്നെ യൂറിയ ക്രിയാറ്റിനൊക്കെ ഒത്തിരി നോർമലിലേക്ക് വന്ന് ബ്ലഡ് ടെസ്റ്റിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതുപോലെ പേഷ്യൻ്റ് എക്സ്റേയും നല്ലൊരു ബെറ്റർ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര ഒരു ചേഞ്ചസ് ആയിരുന്നു. അപ്പോൾ ആസ് എ യുക്കാരിസ്റ്റിക് നേഴ്സ് ഞാൻ ദൈവത്തെ ഉള്ളിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ദൈവം ആ പേഷ്യൻറ്റിലേക്ക് പ്രവർത്തിച്ചതോർത്ത് ഞാൻ സ്തുതിച്ചെന്നല്ലേ? അതെ, നമ്മുടെ വിശ്വാസം പോലും വർദ്ധിപ്പിക്കാനായിട്ട് അത് ഇടയായിട്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ശരിക്കും ഈ വചനത്തിൻ്റെ ഒരു പൂർത്തീകരണമല്ലേ നമ്മൾ ആ രോഗിയെ കണ്ടത്? പ്രൈസ് ദി ലോർഡ്. മഞ്ജു ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഹോളി കമ്മ്യൂണിയൻ്റെ കാര്യം പള്ളിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി കുടുംബമായിട്ടും ആത്മീയമായിട്ടും ഒത്തിരി ഒരുങ്ങിയത്. അപ്പോൾ അതെങ്ങനെയാണ് അന്ന് ഹോളി കമ്മ്യൂണിയൻ അവർ ഈശോനെ കൊണ്ടുവന്നപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ ചേച്ചിയുടെ അനുഭവങ്ങൾ എന്തായിരുന്നു? പക്ഷേ ഈ യൂക്കറിസ്റ്റിക് മിനിസ്ട്രിയിലേക്ക് ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടോടെ തന്നെയാണ് ഇത് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിന് തമ്പുരാനൊരു നല്ലൊരു അവസരം ഒരുക്കി. ഹോളി കമ്മ്യൂണിയനായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ വണ്ടിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക് ഇടുമ്പോഴത്തേനും ഒരു അനോയിങ് അലാം ഉണ്ടാവുമായിരുന്നു. ഈ വിശുദ്ധ കുർബാന കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ് ഞങ്ങൾ പിന്നീടാണ് റിയലൈസ് ചെയ്തത്. ഞാൻ മക്കളോട് പറയായിരുന്നു, അകത്ത് കയറി വന്നത് ഈശോ ആണെന്ന് കണ്ടോ, വണ്ടിക്ക് പോലും മനസ്സിലായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയില്ല ഞാൻ എത്ര ശ്രദ്ധയോടുകൂടിയാണ് കുർബാന സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത് എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വണ്ടി പോലും സൈലന്റ് ആയി എന്നുള്ളതാണ്. അതെ, കഴുതയ്ക്ക് പോലും നമ്മൾ അതിന്റെ വില മനസ്സിലാക്കണം. പലപ്പോഴും ഈശോനെ സ്വീകരിക്കുന്നത്, പലപ്പോഴും കുർബാനയ്ക്ക് പോകുന്നത്. പക്ഷെ അവർക്കൊക്കെ അതിലും ഒരു കാറിന് പോലും അത് ആ സമയത്ത് വളരെ സൈലന്റ് ആയിട്ട് മനസ്സിലാവണം. അതെ അതെ. പിന്നെ കുർബാന എഴുന്നള്ളിച്ച് ഞങ്ങൾ ടീമായിട്ട് നമ്മുടെ
ഹോസ്പിറ്റലിനകത്തേക്ക് കിടക്കുമ്പം കോറിഡോറിലൂടെ ലിഫ്റ്റിൽ കയറുമ്പോഴും കോറിഡോറിലൂടെ എല്ലാം പോകുമ്പം ഉള്ളിലെല്ലാം ഇങ്ങനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. മോശ സീനായിൽ നിന്ന് കൽപ്പനകളും കൊണ്ട് വരുമ്പോഴത്തെ ആ ഒരു ഇത് നമ്മുടെ ഈശോയുടെ കൂടെയാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. ആക്ച്വലി ഇപ്പം വണ്ടി കൊണ്ടുപോകണമെങ്കിലും ഇറ്റ്സ് എ മൂവിങ് ടെബർനാക്കിൾ. അപ്പോഴാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത്, ഞാൻ ഈശോയെ സ്വീകരിച്ചിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഈശോയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഐ ആം ഓൾസോ എ മൂവിങ് ടെബർനാക്കിൾ. ഈശോയുടെ ഒരു ടെബർനാക്കിളാണ് അതെ, ചലിക്കുന്ന സക്കാരിയാണ് ഞാനും എന്നുള്ള ഒരു റിയലൈസേഷൻ. അതേപോലെ ഹോസ്പിറ്റലിലെ ആ വാർഡുകളെയും എല്ലാം അനുഗ്രഹിച്ച് എല്ലാവരും ആ ഒരു സീരിയസ്നെസ്സോടുകൂടെ സൈലൻ്റായി വാതിൽ തുറന്നു വന്ന്, അപ്പം നമ്മൾ ചെല്ലുമ്പം പേഷ്യൻ്റ് ഓൾറെഡി പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് അങ്ങനെ ഒരുങ്ങി അവർ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഇരിക്കുന്ന അവസരത്തിലാണ്, ആ ഒരു സമയത്താണ് വിശുദ്ധ കുർബാന അവർക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്റ്റാഫും പോസ്റ്റ് വെന്റിലേറ്റർ പേഷ്യൻ്റ് ആയിരുന്നു. മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ഈശോ കൈപിടിച്ചുയർത്തി അവൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഈശോ എന്നെ ഇതിനു വേണ്ടിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നുള്ളൊരു ബോധ്യം അവൾക്കുണ്ടായി. ഇപ്പം വേറൊരു അമ്മച്ചി, ഒരു മലയാളി അമ്മച്ചിയായിരുന്നു. അമ്മച്ചി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ റിനി പറഞ്ഞ പോലെ ഉറങ്ങാൻ പറ്റാത്ത ഡിസ്റ്റർബൻസും എല്ലാം ഉണ്ടായിരുന്നു. ഈവൺ അമ്മച്ചി എല്ലാം സുഖമായി നാട്ടിൽ പോയാൽ പോലും അടുത്തെങ്ങും അമ്മച്ചിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ളൊരു അവസ്ഥ പോലും ഇല്ല നാട്ടിലാണെങ്കിലും. ആ സിറ്റുവേഷനിലെല്ലാം കടന്നു പോകുമ്പോൾ ഈശോ എന്നെ അന്വേഷിച്ച്, എൻ്റെ മുറിക്കകത്ത് ഈശോ എന്നെ അന്വേഷിച്ച് വന്നു എന്നുള്ള ആ ഒരു ബോധ്യം അവർക്ക് കിട്ടുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്മാനമാണ്, ഒരു ഡിവൈൻ ഗിഫ്റ്റ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഈശോ കൊടുത്ത ഒരു സമ്മാനം. അതെ, പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റും ഒരിക്കലും ഈശോയെ വിട്ടുപിരിയാത്ത ഒരു ബന്ധം കൂടെയാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്ന ഒരു വലിയൊരു സത്യമാണത്. അതെ, തീർച്ചയായിട്ടും ചേച്ചി. അവരിനി എപ്പോഴെങ്കിലും ഒരു പ്രതികൂല സാഹചര്യത്തിൽ പോയാലും അവർക്ക് ഇത് ഓർത്താൽ മതി, എന്റെ അത്രയും തളർന്നിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് എന്റെ അടുത്തേക്ക് വന്നുള്ളൊരു ആ ഒരു ചിന്ത തന്നെ മതി അവർക്ക് വലിയൊരു വീണ്ടും തിരിച്ച് റിക്കവർ ആയിട്ട് വരാനായിട്ട്. റിൻ ചേച്ചി ICU നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ച പേഷ്യൻസ് പോലും ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ മരണവും ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കാത്ത മരണം തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസം ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആശ പറഞ്ഞതുപോലെ ഒത്തിരി പേഷ്യൻ്റ് മരിച്ചുപോയി. പക്ഷെ അവർക്കൊന്നും ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ഈശോയെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് യൂക്കറിസ്റ്റിക് സർവീസ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തുടങ്ങിയതിന് ശേഷം ഒരു പേഷ്യൻ്റ് ബൈപ്പാപ്പിലാണ്, മാക്സിമം ഓക്സിജൻ കൊടുത്തിട്ടും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. അരമണിക്കൂറിനുള്ളിൽ അവരെ വെന്റിലേറ്ററിലാക്കണം എന്ന് ഡോക്ടർ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പം പേഷ്യൻ്റ് പറഞ്ഞു, എനിക്ക് ബ്ലെസ്സിങ് കിട്ടാതെ എന്നെ വെന്റിലേറ്റർ ഇടരുത് എന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഒരു ടീം അവിടെ ഉണ്ടായതുകൊണ്ട് എത്രയും വേഗം ചർച്ചിൽ വിളിച്ച് ഞങ്ങൾക്ക് ഹോളി കമ്മ്യൂണിയൻ അറേഞ്ച് ചെയ്ത് ആ പേഷ്യൻറ്റിന് കൊടുക്കാൻ സാധിച്ചു. അതെ, പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പേഷ്യൻറ്റിന് വെന്റിലേറ്റർ ഇടുകയും പേഷ്യൻ്റ് പിറ്റേ ദിവസം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അങ്ങനെ അവസാനമായിട്ട് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട് വലിയൊരു ഭാഗ്യമാണല്ലോ അല്ലെ? ശരിക്കും ദൈവം കൊടുത്ത എന്തൊരു വലിയൊരു ബ്ലെസ്സിങ്ങാ വെച്ചാൽ ആ സമയത്ത് കൊറോണ സിറ്റുവേഷനിൽ എത്രയോ നോർമൽ ആൾക്കാരൊക്കെ പോലെ ഈശോനെ മരിക്കേണ്ടി വന്ന അവസ്ഥയിൽ കർത്താവിനെ സ്വീകരിച്ച് ആ ഹോസ്പിറ്റലിൽ കിടക്കൽ ഈശോനെ സ്വീകരിച്ച് മരിക്കാൻ പറ്റിയത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, ഞാനാകുന്നു പുനരുദ്ധാനം ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ശരിക്കും ചേച്ചി ഈ കാര്യം പറഞ്ഞപ്പോൾ ആ രോഗിക്ക് കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ പശ്ചാത്തപിച്ച് ഈശോനെ സ്വീകരിച്ച് പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് ആ രോഗി നിത്യസമ്മാനം വിളിക്കപ്പെട്ടെങ്കിലും നമുക്ക് കുറച്ച് വിശ്വസിക്കാം. നമുക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ട് ആ രോഗിനെ എന്തായാലും ഈശോ സ്വീകരിച്ചിട്ടുണ്ടാവും. ഇപ്പം നിങ്ങളുടെ ഈ സാക്ഷ്യം കേട്ട അനേകം നേഴ്സുമാരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഇതൊരു പ്രചോദനമാവട്ടെ. ഈശോനെ സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അനേക രോഗികളിലേക്ക് ദിവ്യകാരുണ്യ ഈശോനെ എത്തിക്കാനായിട്ട് ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും ഈശോ ഒരു ഉപകരണമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പാട്ട് നിങ്ങൾ പാടിയേ, വളരെ നന്നായിരുന്നു കേട്ടോ. ആലി ഒന്ന് ചോദിക്കട്ടെ, തിരുക്കുടുംബത്തിൽ ഉണ്ണീശോയോടും ഔസേപ്പിതാവിനോടൊപ്പം വേറെ ആരും ഉണ്ടായിരുന്നേ? പരിശുദ്ധ അമ്മ ഉണ്ണീശോയുടെ മാത്രമല്ല നമ്മുടെയും കൂടി സ്വർഗീയ അമ്മയാണ്. പരിശുദ്ധ അമ്മയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് നമുക്കത് സാധിച്ചു തരും. അപ്പോൾ അമ്മയെ അറിയാനായിട്ട് ആരുടെ കൂടെയാണ് നമ്മൾ നടക്കണ്ടേ? യേശുവോടൊപ്പം. ഈശോയെ അറിയാനോ? അമ്മയോടൊപ്പം. അപ്പം നമുക്കെന്നാ പാട്ട് പാടിയാലോ? അമ്മയെ അറിയാൻ എൻ യേശുവോടൊപ്പം, യേശുവെ അറിയാൻ എൻ അമ്മയോടൊപ്പം. അമ്മയെ അറിയാൻ എൻ യേശുവോടൊപ്പം, യേശുവെ അറിയാൻ എൻ അമ്മയോടൊപ്പം. അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയ പൈതലാക്കണേ. ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ വരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ വരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. ഇപ്പോൾ നമുക്ക് അറേബ്യയുടെ അഭിവന്യ പോളിഹിൻഡർ പിതാവ് നൽകുന്ന ക്രിസ്തുമസ് സന്ദേശം ശ്രവിക്കാം. Dear sisters and brothers in Christ, peace be with you. I'm happy to greet you, members of the nurses ministry around the world, on this Christmas 2021 and the beginning of the year 2022. Like last year, we are celebrating the feast of Nativity of our Lord under the permanent threat of the pandemic. More than other people, you are exposed to the risk of being contaminated because many of you are close to patients who are infected by the virus. More than anybody else, you need the message the angel addressed to the shepherds in Bethlehem. Do not be afraid, for see, I am bringing you good news of great joy for all the people. To you is born this day in the city of David a Savior, who is the Messiah, the Lord. Do not be afraid. These words of consolation and encouragement should always resound in your hearts, because Jesus is born as the Savior of us all. The healthy and the sick, the sinners and the saints, the living and the dead. Living amidst the misery of human fragility and suffering, you may not always feel the consolation yourselves. However, remaining close to suffering people and taking care of them makes you to consolers of people for whom you may very often be the last human contact here on earth. Somehow, you are playing the role of the angels played for the angels placed for the shepherds in Bethlehem. Repeat again and again that famous word, do not be afraid. Continue to praise, glory to God in the highest heaven, and on earth peace among those who he favors.
I thank all of you for your dedicated nurses ministry. Be assured of my prayers. May Jesus Christ, the Savior, remain at your side during the coming year 2022. May Almighty God bless you, the Father and the Son and the Holy Spirit. And I wish you a Merry Christmas and a blessed year 2022. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ഇത്ര മനോഹരമായിട്ട് മാതാവിൻ്റെയും ഔസേപിതാവിൻ്റെ ഒക്കെ പാട്ടുപാടി നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. ആരായിരിക്കും? Santa Claus. നമുക്ക് സാന്റാക്ലോസിനെ വെൽക്കം ചെയ്യാം. Yes. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശു ഈ മഹാമാരിയിലൂടെ കടന്നുപോകുന്ന സകല ജനത്തിൻ്റെയും ഹൃദയത്തിൽ പിറക്കട്ടെയെന്നും ശാന്തിയും സമാധാനവും നിറക്കട്ടെയെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഞങ്ങൾ നേരുന്നു. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.